പോത്തങ്കോട് സുധീഷ് വധക്കേസിലെ പ്രതികൾക്ക് 11 പേർക്കും ജീവപര്യന്തം. സുധീഷ് വധക്കേസിന്റെ പ്രത്യേകത, സുധീഷിനെ കൊന്ന ശേഷം പ്രതികള് കാല് വെട്ടിയെടുത്തു. അതിനുശേഷം അവർ ബൈക്കില് കാലുയർത്തി ആ കല്ലൂർ എന്ന് പറഞ്ഞ പോത്തങ്കോടിനടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിച്ച് അത് കല്ലൂർ ജംഗ്ഷനിലെ കാലവസാനം വലിച്ചെറിഞ്ഞു. വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു കൊലക്കേസായിരുന്നു അത്. 2021 ഡിസംബർ 21 ഉണ്ടായ സംഭവം. INTC അവിടുത്തെ പ്രാദേശിക നേതാവായിരുന്നു സുധീഷ് എന്നയാള്. അയാളും മോശക്കാരനല്ല, അയാളും ഒരു ഗുണ്ടയായിരുന്നു എന്ന് പറയാം. അയാൾ എതിർക്കും എല്ലാവരെയും, അങ്ങനെ പലരും ശത്രുത വന്നിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ ഈ സംഭവത്തിന് ഒരാഴ്ച മുമ്പ് അവിടെ ഒരു അടിപിടി ഉണ്ടായി. INTCക്കാരൻ സുധീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ആ അടിപിടി, ആ വെട്ടുവെക്ക് നടന്നത്. അതിന് പകരം ചോദിക്കാനായിട്ടാണ് ഒട്ടകം രാജേഷ് എന്നറിയപ്പെടുന്ന ഗുണ്ടയുടെ നേതൃത്വത്തിൽ അവർ സംഘടിച്ച് 11 പേര് ഇയാളെ തപ്പി ഇറങ്ങി. ഒരാഴ്ച മുമ്പ് നടന്ന ആറ്റിങ്ങൽ മങ്കാട്ടുമൂലയിൽ നടന്ന അക്രമ സംഭവത്തിന് പകരം ചോദിക്കാൻ തന്നെ INTC ചെമ്പകമംഗലം യൂണിറ്റ് സെക്രട്ടറിയാണ് സുധീഷ്. ഒരു ഭാര്യ അശ്വതിയുണ്ട്, മകള് അനാമികയുണ്ട്. ഇവരെ പേടിച്ചിട്ട് അദ്ദേഹം അവിടുന്ന് മാറി, ആ സ്ഥലം വിട്ടു. തൻ്റെ സുഹൃത്തിൻ്റെ പോത്തങ്കോട്ടുള്ള ബന്ധു വീട്ടിലേക്ക് മാറിയെങ്കിലും അവിടെ വീട്ടിനകത്ത് നിൽക്കില്ല. അതൊരു കോളനി പ്രദേശമാണ്. അതിന് പുറത്തുള്ള കാട്ടിലും അല്ലെങ്കിൽ അവിടെ വാഴക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കുമൊക്കെ ആയിരുന്നു പുള്ളി നിന്നുകൊണ്ടിരുന്നത്. എന്തായാലും അവിടുന്ന് തന്നെ ആരോ ഒറ്റി എന്ന് പറയുന്നു സുധീഷ് ഇന്നടത്തുണ്ട് എന്നുള്ള വിവരം ഒട്ടകം രാജേഷിനെയും രഞ്ജിത്ത് എന്ന ആൾക്കാർക്കും അവരുടെ 11 പേർക്ക് വിവരം കിട്ടി. അവരെല്ലാവരും സംഘടിച്ച് വാളും മഴുവും കമ്പി ഒക്കെ ആയിട്ട് നേരെ പോത്തങ്കോട് ഈ പറഞ്ഞ സ്ഥലത്ത് ചെന്നു. അവിടെ മുഴുവൻ തപ്പിയിട്ട് കണ്ടില്ല. അവർക്ക് ഗുണ്ടകളായതുകൊണ്ട് വീടിനകത്ത് കാണില്ല, പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവും ഒരു പ്രൊട്ടക്ഷൻ. അങ്ങനെ അവിടെ വാഴക്കൂട്ടത്തിൽ ഇയാൾ നിൽക്കുന്നത് കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ബോംബ് വലിച്ചെറിഞ്ഞു. ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഇവരും പുറം എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. ആ കോളനിയിലുള്ള വീട്ടിലെവിടെയെങ്കിലും കയറി കാണും എന്ന് ഇവർക്ക് മനസ്സിലായി. അവർ ആ വീടുകളുടെ എല്ലാം ചുറ്റും വളഞ്ഞു. അവിടെയുള്ള സ്ത്രീകളുടെ ഓരോരുത്തരെയും കഴുത്തി കത്തി വെച്ചു, വാള് വെച്ചു. എവിടെടി അവൻ എന്ന് ചോദിച്ചു. അറിയാവുന്നവർ അറിയില്ല എന്ന് പറഞ്ഞ ചിലര് പേടിച്ച് വിറച്ച് ഇന്ന വീട്ടിലോട്ട് കയറിപ്പോയെന്ന് പറഞ്ഞു. ഏതായാലും ആ വീട്ടിനകത്തിട്ട് ഇയാളെ വെട്ടി. അവരെ വാളുകൊണ്ടും വെട്ടുകത്തി കൊണ്ടും കമ്പി കൊണ്ടും ഒക്കെ അടിച്ചും വെട്ടിയും അയാളെ കൊന്നു. അയാളെ കാല് അറുത്തു മാറ്റി. അതിനുശേഷം ആ കാലുമായിട്ട് അവരെ ആ ജംഗ്ഷനിലേക്ക് അവരുടെ 2 വീലറിൽ പോയി. ഗുണ്ടകൾ തമ്മിലുള്ള ആക്രമണമാണ്, അത് വളരെ ഭീകരമായിരിക്കും. അടിച്ചു കൊന്ന് ചപ്പിയാലും അവരുടെ വൈരാഗ്യം തീരില്ല. പിന്നെ തങ്ങളാണ് ജേതാവ്, ആ 2 ഗുണ്ടകളിലെ ഏറ്റുമുട്ടിയ തൻ്റെ ഗുണ്ടാ സംഘമാണ് അവിടുത്തെ നേതാവ് എന്നറിയിക്കണമെങ്കിൽ അവിടെ എല്ലാവരും ഭയപ്പെട്ടിരുന്ന സുധീഷ് എന്ന INTC ഗുണ്ടയുടെ കാല് വെട്ടിയെടുത്തു. അത് ബൈക്കിലെ പുറകിരുന്ന ആൾ അത് ഉയർത്തിപ്പിടിച്ച് ആ വഴിയൊക്കെ സഞ്ചരിച്ചു. അതിനുശേഷം അത് റോഡിലെ അവിടുത്തെ ജംഗ്ഷനിൽ വലിച്ചെറിഞ്ഞു. ആൾക്കാരെല്ലാം ഭീതിയോടെ അവിടുന്ന് ഇറങ്ങി ഓടി. കാരണം മനുഷ്യനാണ്, ആ ഒരു മനുഷ്യനെ ചെയ്യുന്ന തല്ലിക്കൊന്ന് കൂടാഞ്ഞിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ആർത്തുമുറിച്ച് പ്രദർശിപ്പിക്കുന്ന രംഗമാണ് കണ്ടത്. ഭീകരമായ ഈ രംഗം നമ്മൾ ഇന്ന് ഓർക്കുന്നുണ്ട്. 2021 സംഭവമാണ്, ഏകദേശം 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും അത് അന്വേഷിച്ച DYSP ക്രൈംബ്രാഞ്ചിലെ സുൽഫിക്കറാണ്, അദ്ദേഹം SP ആയെന്ന് തോന്നുന്നു. അത് കൃത്യമായ അന്വേഷണം നടത്തി 11 പേരെ അറസ്റ്റ് ചെയ്തു. അതിനകത്ത് റിക്കവർ ചെയ്യേണ്ട വെപ്പൺസ് എല്ലാം റിക്കവർ ചെയ്തു, കുറ്റചാർജ് കൊടുത്തു. നെടുമങ്ങാട് SC/ST കോടതിയിലെ, അത് സെഷൻസ് കോടതിയാണ്, അവിടെ കുറ്റചാർജ് കൊടുത്തു. ആ കോടതിയുടെ ട്രയലാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഒട്ടകം രാജേഷിനെയും അതേപോലെ രഞ്ജിത്തിനെയും, 1-ാം പ്രതി രഞ്ജിത്തിനെയും, റയറസ്റ്റ് ഓഫ് റയർ കേസാണ് ഇത്. അവരാണ് ലീഡർഷിപ്പ് കൊടുത്ത് അവരെ തൂക്കാൻ വിധിക്കാനായിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും മറ്റുള്ളവരും വളരെയധികം കോടതി എത്തിച്ചു.
അവരുടെ ആർഗ്യുമെന്റ് എല്ലാം കോടതി പറഞ്ഞു. ഇത് റയറസ്റ്റ് ഓഫ് റെയർ കേസാണ്, കാലുവെട്ടിക്ക് എടുത്തുകൊണ്ട് പോയ കേസുകളാണ്. അത് തന്നെയല്ല, ആളെ കൊന്നിട്ടും അവർക്ക് ആ പ്രതി അല്ലെങ്കിൽ ആ കൊന്നയാളോടുള്ള വൈരാഗ്യം തീരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ, കാല് ഒക്കെ വെട്ടിയെടുത്തു കൊണ്ടുപോയി തങ്ങൾ ഇന്നയാളെ കൊന്നു എന്ന് ഡിക്ലെയർ ചെയ്തു. അത് ഡിക്ലെയർ ചെയ്തത് റോഡിൽ കൂടെ അവരുടെ കാല് പ്രദർശിപ്പിച്ചിട്ടാണ്. ഇതാണ് സുധീഷിന്റെ കാല് എന്ന് പറഞ്ഞ് അവർ നടന്നു. അവർ 4-5 ബൈക്കുകാര് ആ പോത്തങ്കോട് ആ വീടിന്റെ പരിസരത്തും അതുപോലെ തന്നെ ആ ചെറിയ ടൗൺഷിപ്പിലും ഒക്കെ നടന്നു, പ്രദർശിപ്പിച്ചു. അതിനുശേഷം റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ആ കേസിന്റെ സംഭവം. കാലുവെട്ടിയെടുക്കുന്നത് സാധാരണഗതിയിൽ ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാണ്. ഒരാളെ കീഴ്പ്പെടുത്തി അല്ലെ അവനെ കൊന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു വെയിറ്റ് ഇല്ല, വിലയില്ല എന്നാണ് അവരുടെ ധാരണ. അതുകൊണ്ട് ശരീരഭാഗങ്ങളൊക്കെ അവര് വെട്ടിമുറിച്ച് കീറി ജനങ്ങളെ മുമ്പിൽ പ്രദർശിപ്പിക്കും. ഇതാണ് ഗുണ്ടകൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരത്ത് വേറെ ചില കാലുകൾ കണ്ടു. അത് തമിഴ്നാട് ഒരു ഗുണ്ടയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അവര് കൊന്നു. മുട്ടത്തറയിലാണ് ആ സംഭവം ഉണ്ടായത്. 2 കാലുകൾ അവിടെ വേസ്റ്റ് ബോക്സിനകത്ത് കിടക്കുന്ന കണ്ടു. മാലിന്യങ്ങൾ കൂമ്പാരത്തിനിടയ്ക്കാണ് ആ കാല് കണ്ടത്. ആരുടെ കാലാണെന്ന് അറിയില്ല, എങ്കിലും അത് പറ്റി അന്വേഷണം ഉണ്ടായി. അവസാനം അത് കണ്ടെത്തി. തമിഴ്നാട് ഒരു ഗുണ്ടയെ, ഇവിടുത്തെ ഏതോ ഗുണ്ടകൾ തമിഴ്നാട്ടിൽ ചെന്നപ്പം, മുട്ടത്തറയുള്ള ഗുണ്ടകൾ അവിടെ പോയപ്പം ഈ ഗുണ്ട ഇവരെ അടിക്കുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും അവരവിടുന്ന് ഓടി രക്ഷപ്പെട്ടുകയും ചെയ്തു. അത് വലിയതുറയുള്ള 2 മനു രമേശും ഷെഹിൻ ഷാ എന്ന് പറഞ്ഞ 2 പേരേക്കാണ് തല്ല് കിട്ടിയത്. അല്ലെ വേറെ ആൾ ഉപയോഗിച്ചിട്ട് സൂത്രത്തിൽ വിളിച്ചു വരുത്തി മുട്ടത്തറയില് നാളുകൾക്ക് ശേഷം. അതിനുശേഷം അയാളെ കൊന്നു പീസാക്കി പല വേസ്റ്റ് കൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു ശരീരഭാഗങ്ങൾ. കാലുകൾ അവിടെ വേസ്റ്റിനകത്ത്, അവിടെ വേസ്റ്റ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിനകത്ത് ഒരു ബക്കറ്റിനകത്തോ അതിനകത്ത് എവിടെയോ ഇട്ടിരുന്നു. അങ്ങനെയാണ് ആ ഒരു മനുഷ്യക്കാല് കണ്ടെത്തിയത്. അതിന് സമയത്ത് അവിടെ പൂന്തറ പോലീസ് കേസെടുത്തു. അങ്ങനെ ആ കേസിന്റെ അന്വേഷണത്തിൽ അത് മനു രമേശും ഷെഹിൻ ഷായും മറ്റുമാണ് ഇയാളെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയെന്ന് നമുക്ക് കണ്ടു. അവിടെ ഇയാളെ കാല് വെട്ടിയെടുക്കുകയാണ്. അത് ഗുണ്ടകൾ തമ്മിലുള്ള ആ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ അറ്റാക്കില് ഒരാൾ ജയിച്ചു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കാല് വെട്ടിയെടുക്കുന്ന പ്രവണത സാധാരണഗതിയിൽ ഈ ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടം മാത്രമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ കാല് വെട്ടിയത് മാത്രമല്ല, ചിലയിടത്ത് കഴുത്ത് വെട്ടി ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടി. ഇപ്പം അത് കഴുത്ത് വെട്ടിയിട്ട് കഴുത്ത് ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഫുട്ബോളിന് തല കൊണ്ട് ഫുട്ബോൾ കളിച്ച ഒരു ചരിത്രവും നമ്മുടെ കാസർഗോഡിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ ഭീകരമായ രംഗങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ഇതുപോലെയുള്ള റയറസ്റ്റായ ചില ക്രിമിനൽ നീക്കങ്ങളാണ് കാണുന്നത്. കാലുവെട്ടുന്നതല്ല, കഴുത്ത് വെട്ടിട്ട് അത് ഫുട്ബോൾ കളിക്കാൻ എതിർ ഗുണ്ടകൾ ഗ്രൗണ്ടിൽ കളിച്ചതായിട്ടും അവിടുത്തെ ഒരു കേസിനകത്ത് കാസർഗോഡ് കണ്ടതും എൻ്റെ ഓർമ്മയിലെത്തുന്നു. എന്തായാലും കോടതി ഇവരെ 11 പേർക്കും ജീവപര്യന്തം തടവ് കൊടുത്തു. കഠിന തടവുണ്ട്. അത് വെറുതെ ഇനി ഇറങ്ങിപ്പോരാനൊന്നും കഴിയില്ല. കഠിന തടവാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പരല് കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. SC/ST കോടതി നെടുമങ്ങാടാണ് ഇവരെ ശിക്ഷിച്ചത്. 2 പേരെ തൂക്കുകയർ കൊടുക്കണമെന്ന് വാദിച്ചെങ്കിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും അതുപോലെ ആ അന്വേഷണ ഉദ്യോഗസ്ഥനായ സുൽഫിക്കറും ഒക്കെ അതിന് യത്നിച്ചെങ്കിലും കാര്യങ്ങൾ നടന്നില്ല. കോടതി എന്തായാലും ഇവരെ 11 പേരെ ജീവപര്യന്തത്തിന് വിട്ടു. ഏതായാലും ഹൈക്കോടതിയിൽ അവർ അപ്പീലിന് പോകും, അല്ലെങ്കിൽ ശിക്ഷയുടെ കാഠിന്യം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ചും പോലീസിനും പോകേണ്ട ഒരു കേസ് തന്നെയാണ് ഇത്. കാരണം ഈ വെട്ടി പന്ത് കളിക്കുന്നതും കാലുവെട്ടി പ്രദർശിപ്പിക്കുന്നതും ഒക്കെ നമുക്ക് അത് തീർച്ചയായിട്ടും സമൂഹത്തിലെ ആൾക്കാർക്ക് ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കുട്ടികൾക്കും ചെറുപ്പക്കാർക്കൊക്കെ ധാരാളം പേർക്ക് ഭയമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭയങ്കര ഭയപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളാണ്. അതിനി നമ്മുടെ കേരളത്തെ ഏത് കൊണ്ടായാലും ശരി അത് ഉണ്ടാകാതിരിക്കാനുള്ള ഉദ്ദേശത്തോടെ തന്നെ ഹയർ പണിഷ്മെന്റിന് വേണ്ടിയിട്ട് ഇവർക്കെതിരായിട്ട് ഹൈക്കോടതിയിൽ പോകണം. കാലുവെട്ടിയവരെയും തലവെട്ടിയവരെയൊക്കെ ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ.